ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അപ്പാട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഒരു വട്ടമെങ്കിലും തയ്യാറാക്കിക്കോളി. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തയ്യാറാക്കി നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ടേസ്റ്റ് ഏതായാലും ഉണ്ടാവും കേട്ടോ. ഇനി ഒരു മുട്ട പൊട്ടിച്ചും കൂടെ ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ പൊടിച്ചതാട്ടോ ചേർത്തെടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് പാകത്തിന് ആയിട്ടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മളിത് കലക്കിയെടുത്തതിന് ശേഷം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. കുറേശ്ശായിട്ട് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദോശക്കൊക്കെ മാവ് റെഡിയാക്കില്ലേ, അത്ര കട്ടി മതി കേട്ടോ. ഇനി ഇതിലോട്ടുള്ള മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒഴിച്ചെടുത്ത എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്തെടുക്കുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കാം. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് സമയം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ സവാള വാട്ടിയ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ടാണ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ ഗോതമ്പിൻ്റെ ബാറ്റർ റെഡിയാക്കിയില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം.
ഇപ്പോൾ ബാറ്റർ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട, പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പകുതി നമുക്ക് ലാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ഉള്ളിയുടെ മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട, പകുതി ഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം. ഈ സമയമൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞ് പോവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്തെടുത്ത മുട്ട വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 മുട്ട 4 പീസാക്കിയിട്ടാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചെടുക്കാം. ബാക്കിയുള്ള മസാലയും കൂടെ ഇതുപോലെ മുകളിലായിട്ട് വെച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 3 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കാൻ. 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ 2 മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൊണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു അപ്പച്ചട്ടിയിൽ കുറച്ച് ഓയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ അടിഭാഗം കണ്ടോ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞിട്ടില്ല കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് വെച്ചെടുത്താൽ മതി, അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് എഗ്ഗ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.